വീട്ടുകാരെല്ലാം വന്നു പോയതിനു ശേഷം അൻസിബയും ഋഷിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഋഷി ചോദിക്കുന്നുണ്ടായിരുന്നു അൻസിബയുടെ അടുത്ത്, ഉമ്മ എന്തിനാണ് ജാസ്മിനെ വന്ന് ഹഗ് ചെയ്തത്? നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ആരുടെ അടുത്താണോ ഇവിടെ വഴക്കുള്ളത് അവരെ വന്നിട്ട് ഉമ്മച്ചിമാർ അല്ലെങ്കിൽ അമ്മമാർ വന്ന് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു, അവരോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? എനിക്കെന്തോ അത് വലിയ താല്പര്യമായി തോന്നിയില്ല എന്ന് ഋഷി അൻസിബയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അൻസിബ പറയുന്നുണ്ട്, ഇല്ല, അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത് അവരുടെ അടുത്താണ്, അത്രയ്ക്കും വഴക്കിടേണ്ട ആവശ്യകതയില്ല, അവരെ നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കണം അവരുടെ അടുത്ത് കൂടുതൽ സ്നേഹവും കെയറിങ്ങും ഒക്കെ കാണിച്ചത്. അങ്ങനെ വഴക്കിട്ട് ഇത് ഒരു വലിയ വഴക്കാക്കി മാറ്റാനൊന്നും അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല എന്ന് അൻസിബ അവിടെ പറയുന്നുണ്ട്. അൻസിബയുടെ അടുത്ത് പോകുന്ന സമയത്തടക്കം ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാസ്മിന്റെ അടുത്ത് വഴക്കിടാനായിട്ട് പോവരുത്, അതൊരു പാവം കുട്ടിയല്ല, നമ്മുടെ അപ്പുവിനെ പോലെ കരുതിയാൽ മതി, എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ അപ്പു ആണെന്ന് കരുതിയിട്ട് ക്ഷമിക്കുക എന്ന് അൻസിബയുടെ അടുത്ത് പോകുന്ന സമയത്ത് പോലും അവിടെ ഉമ്മ പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ തന്നെ അപ്സരയുടെ അടുത്താണെങ്കിലും ഋഷിയുടെ അമ്മ ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിച്ചത്, ഒരു പിണക്കവും ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. ലാസ്റ്റ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് അവിടെ ഋഷി തന്നെ അപ്സരയുടെ അടുത്ത് ഗുഡ് നൈറ്റ് അപ്സര എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അപ്സര അടുത്തേക്ക് വന്നിട്ട് ഋഷിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഋഷി, എനിക്ക് നമ്മൾ തമ്മിൽ വഴക്കിട്ടത് എന്തിനാണെന്ന് പോലും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല, ഇനിയിപ്പോൾ വഴക്കിട്ടാൽ പോലും അന്നാണെങ്കിലും ഇന്നാണെങ്കിലും എനിക്ക് നിന്റെ അടുത്ത് യാതൊരുവിധ ദേഷ്യവുമില്ല എന്ന് അപ്സര പറയുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ച് ഇനി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. ഇവിടെ വെച്ച് നമ്മൾ അത് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അത് ഒരു സ്ഥലത്തും എത്താനായിട്ട് പോകുന്നില്ല, നമുക്ക് എന്തായാലും പുറത്തിറങ്ങിയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് അപ്സര പറയുന്നുണ്ട്. അപ്പോൾ ഋഷി പറഞ്ഞു, ശരിയാണ്, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം, ഇവിടെ ഇപ്പോൾ ഗെയിമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ഋഷിയും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും വീട്ടുകാർ വന്നു പോയതിനു ശേഷം വന്ന മാറ്റങ്ങളായിരുന്നു അത്. അവിടെ അൻസിബയ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തിയായിരുന്നു അവിടെ ജാസ്മിൻ, അവിടെ അപ്സരേനെയാണ് ഋഷിക്ക് ഏറ്റവും ദേഷ്യമുണ്ടായിരുന്നത്. പക്ഷെ വീട്ടുകാർ വന്നു പോയതിനു ശേഷം ഇവരുടെ ദേഷ്യവും പകയും ഒക്കെ ഒന്ന് മാറിയിരിക്കുകയാണ്. വീട്ടുകാർ അവരുടെ അടുത്ത് അപ്പം സംസാരിച്ചതിന്റെയും പറഞ്ഞതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മൊത്തത്തിലൊരു മാറ്റം വന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്.